ഹലോ, ഇത് നമ്മൾ ജമ്മുവിലുള്ള വൈഷ്ണോ മാതാദേവി ടെമ്പിളിൽ പോയപ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോ കേട്ടോ. അന്ന് എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ഒന്നുമില്ല. ഇത് ജസ്റ്റ് എൻ്റെ മനസ്സിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടി എടുത്തു വെച്ചൊരു വീഡിയോ. മെയിൻ കാര്യം എന്താ വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടാണ് പോയത്. അവളും ചേട്ടനും മോനും ഉണ്ടായിരുന്നു. ദേവും ചേട്ടനും മോനും, ഞാനും ചേട്ടായും മോനും. അപ്പോൾ നമ്മൾ 6 പേരുടെ പോയപ്പോൾ ആ ഒരു ട്രക്കിംഗ് എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ച വീഡിയോ. അപ്പോൾ ഇത് ഏതാണ്ട് 13 കിലോമീറ്റർ തന്നെ ഉണ്ട് മാതാദേവി ടെമ്പിളിൽ പോകാനായിട്ട്, വൈഷ്ണോ മാതാദേവി ടെമ്പിളിൽ പോകാനായിട്ട്. അവിടെ നിന്ന് പിന്നും 4 കിലോമീറ്റർ ഉണ്ട് പീർബാവേരെ അടുത്ത് പോകും. അതെന്ന് വെച്ചാൽ ഭൈരവനാഥ് ടെമ്പിൾ കേട്ടോ, അവിടെ പോകാനായിട്ട്. അപ്പോൾ ഭൈരവനാഥ് ടെമ്പിളിലൂടെ പോയാലേ ആ ഒരു യാത്ര കംപ്ലീറ്റ് ആവും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ശരിക്കും അങ്ങ് തളർന്നു പോയി. അപ്പോൾ എനിക്ക് സത്യത്തിൽ അവിടെ പോകുമ്പോൾ ഒരുപാട് മെമ്മറീസ് ഉണ്ട് കേട്ടോ. പറയാനായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ടെന്ന് വെച്ചാൽ ശരിക്കും മനസ്സിൽ അവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഒരുപാട് അങ്ങ് തളർന്നു പോകും കേട്ടോ. ഇത്രയും തളർന്ന് നമ്മൾ കയറുമ്പോഴത്തേക്ക് കണ്ട് തൊഴുതിറങ്ങുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷവും തൃപ്തിയുണ്ട്. ഒരു വല്ലാത്ത ഫീലാട്ടോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ അവിടെ പോണ വഴി മക്കളുണ്ടായിരുന്നല്ലോ നമ്മളോട്. മക്കൾ രാത്രിയൊക്കെ ആയപ്പോൾ നന്നായിട്ട് വിശന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്, പക്ഷേ അവിടെയൊക്കെ നല്ല തിരക്കാണ്. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ ഫുഡ് കോർട്ടുകൾ. അപ്പോൾ അവിടെയൊക്കെ സ്നാക്സ് ഐറ്റംസേ ഉള്ളൂ. റെസ്റ്റോറൻറ്റിൽ കയറുമ്പോഴൊക്കെ ഭയങ്കര തിരക്ക്, മക്കൾക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല, നല്ല തിരക്ക്. അങ്ങനെ പിന്നെ നമുക്ക് മേടിക്കാനും പറ്റില്ല. അപ്പോൾ ഓരോ മെയിൻ പോയിൻ്റ് എത്തുമ്പോഴും ഓരോ ഗേറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര കരച്ചില്ല. അപ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് സെക്യൂരിറ്റി ചോദിച്ചു എന്തിനാണ് കുഞ്ഞ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഫുഡിനാണ്. അപ്പോൾ അവർക്ക് അവിടെ ഫുഡുണ്ടല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഇതിനകത്തോട്ട് കയറിയിരുന്ന് പറഞ്ഞ് നമ്മൾ ആ വെയിറ്റിംഗ് ഷെഡിനകത്തോട്ട് ഇരുത്തിയിട്ട് പുള്ളി പോയി പുള്ളിയുടെ ഫുഡ് എടുത്തുകൊണ്ട് പുള്ളിക്ക് അവിടെ നിന്ന് മെസ്സിൽ നിന്ന് കിട്ടുന്ന ഫുഡ് എടുത്തുകൊണ്ട് വന്ന് പുള്ളി തന്നു കേട്ടോ. അതൊരു ഭയങ്കര പറയാൻ പറ്റാത്തൊരു മെമ്മറിയാണ്. അപ്പോൾ അത് ഞങ്ങളും കഴിച്ച്, മോനും കൊടുത്ത്, മക്കൾക്കും കൊടുത്ത്, ചേട്ടന്മാർക്കും കൊടുത്തു കേട്ടോ. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം നമുക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് അങ്ങനെ ആ ഒരു ദൈവമായിട്ട് നമുക്ക് മുന്നിൽ കൊണ്ടുവന്നു. കാരണം മക്കളാ കരച്ചിൽ അത്രയ്ക്കായിരുന്നു, നമുക്കറിയാലോ. അവർ കരയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് വിഷമം വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിങ്ങനെ കണ്ട് സഹിച്ചു പോയപ്പോഴും നമുക്ക് കിട്ടിയൊരു അത് ഭയങ്കര അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ പോയിൻ്റ് എത്തുമ്പോഴിങ്ങനെ കുറേ വെട്ടമൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും എത്താറായി, പക്ഷേ എത്തത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അവിടെ ചെന്നിട്ട് പിന്നെ ഭൈരവനാഥ് ടെമ്പിളിലൂടെ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അങ്ങ് ശരിക്കും തളർന്നു പോയി. അപ്പോൾ ചിലരൊക്കെ ഹോഴ്സ് റൈഡ് പോകുന്നവരുണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ നടന്ന് തന്നെ ഫുള്ള് പോയത്. അങ്ങനെ നമ്മൾ ശരിക്കും തളർന്ന് പോയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കൊക്കെ ശരിക്കും തളർന്നു. അപ്പോൾ അവിടുത്തെ ഒരു നമ്മൾ ആ ഒരു എത്തുമ്പോൾ ഒരു ഫീലാണ് കേട്ടോ. പിന്നെ നമ്മൾ മൊത്തത്തിൽ ഇല്ല കേട്ടോ. ഞാനിപ്പോൾ ആദ്യം എത്തിയപ്പോൾ തളർന്ന് പിന്നെ വീഡിയോ എടുപ്പൊക്കെ നിർത്തിയാണ്, ഇങ്ങനെ ഒരു വിശ്വാസവും ഇല്ലായിരുന്നല്ലോ. പിന്നെ തിരിച്ച് നമ്മൾ റൂമിലെത്തി. അപ്പോൾ റൂമിലൊക്കെ എത്തി കുറച്ച് നേരം കിടന്ന് കളിച്ച മക്കളുമായിട്ട്. അപ്പോൾ അന്ന് എൻ്റെ മോനും കേശുവും കൂടെ കുറച്ച് നാൾക്ക് ശേഷം അവർ കാണുന്നത്. അപ്പോൾ അവർ ഭയങ്കര കളിയും സന്തോഷമൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ നേരം അവർ തമ്മിൽ കളിച്ച് കുറേ ടൈം അവരുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്ത് എന്നിട്ട് പിറ്റേന്ന് അന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് സതീഷേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് വൈകിട്ടല്ല രാത്രി അന്നേരം മക്കളെയും കൂട്ടിയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു കേക്ക് കട്ടിങ്ങൊക്കെ നടത്തി. ചേട്ടൻ്റെ ബർത്ത്ഡേ നന്നായിട്ട് അവിടെ വെച്ചിട്ട് ടെമ്പിളിലൊക്കെ പോയി വരുന്ന ആ ഒരു വൈബിൽ ചേട്ടൻ്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് നല്ല രസമായിരുന്നു. അന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ അവർ അവിടെ നിന്ന് തന്നെ പിറ്റേന്ന് രാവിലെ നമ്മൾ ആ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി. പിറ്റേന്ന് രാവിലെ 3 മണിക്കായിരുന്നു അവരുടെ ട്രെയിന്. അവർ പിറ്റേന്ന് മോർണിംഗ് 3 മണിക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് 7 മണിക്കാണ് കണ്ടായിരുന്നു. ഇത് നൈറ്റ് വ്യൂ ആട്ടോ, നമ്മൾ ആ റെസ്റ്റോറൻറ്റ് അവിടെ നിന്ന് അടുത്തൊരു വ്യൂ ആ ടെമ്പിളിലേക്കുള്ള. നമുക്ക് എന്താന്ന് അത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളും റെഡിയായി. പിന്നെ നമ്മളും തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അത് അവിടെ വെച്ച് പോകുന്ന വഴിയിൽ ട്രെയിനിൽ വെച്ച് എടുത്തൊരു വീഡിയോ, ഒരു ഷോട്ടാട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ നമ്മളെ വിശേഷം. ഇതിൽ പറയാൻ എനിക്ക് എടുക്കാനായിരുന്നെങ്കിലും പറയുവാണെങ്കിൽ ഒരുപാട് വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് എനിക്കറിയില്ല.